കമ്മ്യൂണിസ്റ്റുകാരൻ കൊല ചെയ്യപ്പെട്ടു. എന്തുണ്ടാവാൻ? അന്ന് കോൺഗ്രസ് പറഞ്ഞതെന്തോ ഇന്ന് RSS അത് അതേപടി ആവർത്തിക്കും. വിധികർത്താക്കൾ അത് കേട്ട് വിധി എഴുതും. അവൻ ഗുണ്ടാ നേതാവായിരുന്നെന്ന് അവർ പറയും. ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവതാരിക മൗനം പുച്ഛിക്കും. പൊതിച്ചോറ് വിതരണം മഹാ അപരാധമാണെന്ന് അവർ പറയും. വിധികർത്താക്കൾ അതിന് 100-ൽ 100 മാർക്കിടും. രക്തസാക്ഷിയുടെ വീട്ടിലെ രോദനങ്ങൾ കേൾക്കാൻ അവർക്ക് ചെവിയുണ്ടാവില്ല. രാഹുലിൻ്റെ ഖത്തറിൽ ചെളിപുരണ്ട് അതിൻ്റെ എക്സ്ക്ലൂസീവ് എടുക്കുന്ന തിരക്കിലായിരിക്കും അവർ. പിറ്റേന്ന് ഇക്ലി കഥകളുമായിട്ട് അവർ വീണ്ടും എത്തും. അത് കേട്ട് സുഖിച്ചുകൊണ്ട് വിധികർത്താക്കളും ഇരിക്കും. കമ്മ്യൂണിസ്റ്റുകാരൻ ചാവേണ്ടവനാണെന്ന് അവർ സമർത്ഥിക്കും. അതിനെ വിധികർത്താക്കൾ ശരിവെക്കും. അപ്പോഴും പൊതിച്ചോറ് വിതരണം ഒരു മുടക്കവും കൂടാതെ അവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ടാകും. ഒടുക്കം എല്ലാം കണ്ടും കേട്ടും കൊണ്ട് ഉത്തമനൊന്നും മൂളും. അല്ലെങ്കിലും രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാ, പോയപ്പോൾ ആർക്ക് പോയെന്ന്. എങ്കിലും ഞങ്ങൾക്കും അങ്ങനെ പറഞ്ഞിരിക്കാനാവില്ലല്ലോ. ഇടനെഞ്ചിലൊരു കനലായി അവനെന്നും ഞങ്ങൾക്കൊപ്പം ഉണ്ടാകും. പോരാട്ട വീഥികളിലെ വിപ്ലവ നക്ഷത്രമായി അവൻ വാനിൽ ജ്വലിക്കുന്നുണ്ടാകും. അതെ, രക്തസാക്ഷി മരിക്കുന്നില്ല.